അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിത് വെറും വയറ്റിൽ രാവിലെ അരിഷ്ടം കഴിച്ച് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഇത് ആദ്യത്തെ ബോട്ടിൽ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വാങ്ങിയ ബോട്ടിലാണിത്. അപ്പോൾ ഈ അരിഷ്ടം ഞാൻ 2 നേരമായിട്ട് കഴിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരമായിട്ട് 2 നേരം കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 ബോട്ടിൽ എടുക്കുന്നുണ്ട്. ഇത് ചായ കുടിച്ച് വരുമ്പോഴേക്കും അമ്മ കുളിക്കാനുള്ള വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുളിക്കുന്നതിന് മുന്നേ ശരീരം മൊത്തം തേക്കാനായിട്ട് മഞ്ഞളരച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഡെലിവറിക്ക് ശേഷം ശരീരത്തിലുണ്ടായിരുന്ന പാടുകളൊക്കെ മാറാനാണ് ഈ മഞ്ഞളരച്ച് തേക്കുന്നത്. ഞാനിത് അതിന് മുന്നേ ആയിട്ട് തലയിലേക്ക് എണ്ണയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾ തേക്കുന്ന സമയം കൊണ്ട് തലയിൽ എണ്ണ നന്നായിട്ട് പിടിച്ചോളും. അപ്പോൾ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ മഞ്ഞൾ തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമഞ്ഞൾ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. അപ്പോൾ ഞാനിതാ മഞ്ഞൾ ശരീരത്തിൽ മൊത്തം നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ കഞ്ഞി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ചോറാണ് ഈ സമയത്ത് കഴിക്കാറ്. അപ്പോൾ ഇന്ന് കഞ്ഞി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞിയുടെ ഒന്നിച്ച് കഴിക്കാനായിട്ട് ചമ്മന്തിയും ഉണക്കമുള്ളനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ അയണും കാൽസ്യം ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരമായിട്ട്. അപ്പോൾ കാൽസ്യത്തിൻ്റെ ഒരു ടാബ്ലറ്റ് ഞാനിപ്പോൾ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 6 മാസത്തോളം കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അയണും കാൽസ്യം. അപ്പോൾ അതിനുശേഷം ഞാനിതാ കുഞ്ഞിന് വൈറ്റമിൻ D3ൻ്റെ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 1 വയസ്സ് വരെ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രോപ്സ് നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ തരിപ്പ് കയറാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ 1 മില്ലിയാണ് കൊടുക്കേണ്ടത്. ഞാൻ ഓരോ ഡ്രോപ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാനിത് ഒരു ഉച്ചയായപ്പോൾ വയർ കുറച്ച് ടൈറ്റാക്കി കെട്ടാനായിട്ട് പോവുകയാണ്. അപ്പോൾ സിസേറിയൻ ആയതുകൊണ്ട് തന്നെ ചെറിയ പെയിൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് മേളിലായിട്ടാണ് കെട്ടി തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് വയറിന് കെട്ടാൻ തുടങ്ങിയത്. കാരണം എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് പെയിൻ കുറഞ്ഞത്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കെട്ടാൻ തുടങ്ങിയത് വയറിന്. ഞാനിത് ഒരു മുണ്ടിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം വീതിയില്ലാത്ത രീതിയിൽ അല്പം ലെങ്ത്തോടു കൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഒരറ്റം ഞാൻ ചുമലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ലെങ്ത്തുള്ള ഭാഗം എൻ്റെ വയറിനെ ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതാ എൻ്റെ ചുമലിലുള്ള തുണി എടുത്ത് 2 വട്ടം ചുറ്റുന്നുണ്ട്. ചുറ്റിയതിന് ശേഷം ഞാൻ വീണ്ടും അതേ ഭാഗം ചുമലിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ തവണയും ചുറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇതുണ്ടാവുകയെന്ന്. ഇങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോൾ വയറ് നല്ല ഫിറ്റായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ ഞാനിത് അവസാനം ചുറ്റി ബാക്കി വന്ന ഭാഗം ഒരു സൈഡിലായിട്ട് ചെരുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം വയറ് ടൈറ്റായിട്ട് കിടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോൾ നടുവിന് നല്ല സപ്പോർട്ട് കിട്ടുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം നന്നായിട്ട് കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ വെള്ളം ധാരാളം കുടിക്കണം, കാരണം പാലുണ്ടാവണമെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിക്കണമെന്ന്. അപ്പോൾ അതിനുശേഷം വൈകുന്നേരമായപ്പോൾ ഞാനിതാ അരിഷ്ടം പിന്നെയും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരം ആയപ്പോൾ 1 ഗ്ലാസ് പാലും നേന്ത്രപ്പഴവും കഴിക്കുന്നുണ്ട്. അപ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്തത് മോക്കും കൂടി കഴിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഇത് വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ ഒരു ബോട്ടിൽ വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഞാനിതാ അതിൻ്റെ ടാബ്ലറ്റും കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.